പണ്ട് മുതലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ്. നമുക്കതിൻ്റെ എല്ലാ പാർട്സും ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ വാഴയും ഒരു കൽപ്പവൃക്ഷമല്ലേ. വാഴയുടെ തണ്ട് ഉപയോഗിക്കാം, അതിൻ്റെ മറ്റേ പൂ ഉപയോഗിക്കാം, പഴം ഉപയോഗിക്കാം, ഇല ഉപയോഗിക്കാം. ഒന്നും കളയാനില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സസ്യം. മാത്രമല്ല നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ 9 മാസം കൊണ്ടാണ് ഒരു വാഴ പൂവിട്ടത് കൊലച്ചൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഴ 1 തുടക്കത്തിൽ വാഴയുടെ ഒരു കഥയൊക്കെ അവർ പറയുന്നത്. ആ വാഴയുടെ സെക്കൻഡ് പാർട്ട് വാഴ 2 തിയേറ്ററിൽ പോയി കണ്ടു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ വാഴ ചതിക്കില്ല എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല വാഴ കൃഷി ഓൾവേസ് ലാഭമാണെന്നും കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും സത്യമാണോ എന്നറിയില്ല, പക്ഷേ വാഴ 2ൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും സത്യമാണ്. എന്നെ ചതിച്ചിട്ടില്ല. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് അത്യാവശ്യം ചിരിക്കാനുള്ളതുണ്ടായിരുന്നു, ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പേഴ്സണലി കണക്റ്റ് ആവുന്ന ഒരു ആൺകുട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ശേഷവും മുൻപും ഒക്കെ പല ആൺകുട്ടികളും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സ്ക്രീനിൽ രസമുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ അവതരിപ്പിച്ച് എന്നാൽ അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന പോലെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ളൊരു സിനിമ. പക്ഷേ ഈ സിനിമയിലും പെൺവാഴകളെ അവർ മറന്നിട്ടില്ല. അതും കൃത്യമായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പറയാനുള്ള അങ്ങനത്തെ ഒരു എലമെൻ്റ് അല്ല ഫീൽ ചെയ്യുന്നത്. വാഴ 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ സാധനം ഉണ്ടല്ലോ, വാഴ 1 തിയേറ്ററിൽ നിന്ന് അത് കണ്ടിറങ്ങുന്ന സമയത്ത് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു, ഒരു ഭയങ്കര പെയിനായിരുന്നു. ഈ പറയുന്ന ഹോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ വാഴ 2 കണ്ടിറങ്ങുമ്പോൾ അത്ര അങ്ങോട്ട് എന്നെ ഒലച്ചിട്ടില്ല. പക്ഷേ പേഴ്സണൽ കണക്റ്റും നമ്മുടെ കുറേ മെമ്മറീസിലേക്കൊക്കെ തിരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രസമായിരുന്നു. വാഴ 1 അപേക്ഷിച്ച് ആ ഇമോഷണൽ സാധനം എനിക്ക് അത്ര ഗുമ്മായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ടും തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാനുള്ളതുണ്ട് എന്നാണ് ഫീൽ ചെയ്തത്. വാഴയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴും ആൺകുട്ടികളുടെ ജീവിതമാണ്, ബില്യൺ ബോയ്സിൻ്റെ ജീവചരിത്രം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. ആ കുട്ടികളുടെ കുട്ടിക്കാലത്തു നിന്ന് തുടങ്ങുന്നു, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, സ്കൂളിൽ പോവുക, അവിടെയുള്ള വഴക്കുകളും കാര്യങ്ങളും, അങ്ങനെ സ്കൂളിലെ പ്രേമവും അവിടുത്തെ തല്ലുംപിടിയും പരിപാടികളും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിനകത്തൊക്കെ നമുക്ക് അയ്യോ ഈ സീൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പോലെ അങ്ങനെ നമുക്കൊരു പേഴ്സണൽ കണക്ട് തന്നുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ സിനിമ അഡ്രസ്സ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ അനുഭവിക്കുന്ന ഒരു പ്രഷർ, ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന അധ്യാപകർ, എല്ലാ അധ്യാപകരും അല്ല, ചില അധ്യാപകർ കുട്ടികളുടെ ഒരു കുട്ടിക്കാലം വളരെ ദുസ്സഹമാക്കുന്നു. അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ട് ലാൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആ ലഹരി എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലെ മറ്റേ കോട്ടും ഹുഡിയൊക്കെ ഇട്ടിട്ട് വന്ന് അങ്ങനെ കുറച്ച് ലഹരി തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന പരിപാടിയല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നത്, ഏത് സിറ്റുവേഷനിലാണ് അത് ചെന്ന് ലാൻഡ് ചെയ്യുന്നത്, അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകൾ സിനിമയിലുണ്ട്. അത് ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമയിൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ചോർന്നു പോകാതെ സ്റ്റഡി ക്ലാസ് ആവാതെ അവതരിപ്പിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട്. സിനിമയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് അൽഫോൺസ് പുത്രൻ എപ്പിസോഡാണ്. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പ്രേമം തൊട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. അടിപൊളി പരിപാടി. ആൻഡ് സിനിമയിൽ എനിക്ക് ഇമോഷണലി കണക്റ്റായ, വളരെയധികം കണക്റ്റായിട്ടുള്ളൊരു സാധനം ഈ ബ്രദർഹുഡ് എന്ന് തന്നെയാണോ അതിന് പറയേണ്ടത്. കുറേ ഇമോഷൻസ് ഉണ്ട് കേട്ടോ അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന. നമുക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്ന രക്ഷിതാക്കൾ എന്ന് പറയുന്ന കാര്യമുണ്ട്, അതേസമയം നമ്മളെ മുതലെടുക്കുന്ന രക്ഷിതാക്കളും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യങ്ങളെ ഒക്കെ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഈ കൂടപ്പുറപ്പിനോടൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളില്ല. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാൻ കണ്ണൂരാണ് ജോലിക്ക് പോയത്. എറണാകുളത്താണ് ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് താമസിക്കുന്നത്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള വിഷമം, അതിൻ്റെ കൂടെ പെട്ടെന്ന് നമ്മളൊരു ഓഫീസ് പൊളിറ്റിക്സിലേക്ക് ചെന്ന് കയറുകയാണ്. അതങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ രസമുള്ള പരിപാടിയല്ല. നിങ്ങൾ എത്ര എൻ്റർടൈൻമെൻറ്റ് സ്ഥാപനത്തിലാണെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി വേറൊരു കോഴ്സ് ചെയ്യാനുള്ളൊരു അവസരവും ജോലിയും ഒരുമിച്ചാണ് വന്നത്. ഞാനപ്പോൾ എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ അനിയനും അനിയത്തിമാരൊക്കെ പഠിക്കുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ എനിക്കെങ്കിലും ജോലി വേണം, അങ്ങനെ ജോലിക്ക് കയറിയതാണ്. പക്ഷേ 1 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ ജോലിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അനിയനോട് ഷെയർ ചെയ്തപ്പോൾ അന്ന് വരെ ഞങ്ങൾ തല്ലും പിടിയും വഴക്കും ഒക്കെയാണ്. പക്ഷെ അന്ന് അവൻ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് പഠിക്കണം. അവന് ജോലി കിട്ടി, ജോലിക്ക് കയറി, സാലറി ഹൈക്ക് എന്തോ വരും 6 മാസം കഴിഞ്ഞിട്ട് ജോലിയുടെ അതിനെന്തോ ഒരു ഹൈക്ക് വരുന്നുണ്ട്. അവൻ എന്നോട് ചോദിച്ചു, നിനക്ക് പഠിക്കണമെങ്കിൽ നീ ജോലി രാജിവെച്ചോ, നീ പഠിക്ക്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ചിലവും നിൻ്റെ പഠിത്തമൊന്നും നീ ടെൻഷൻ ആവണ്ട, പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട എന്നാ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു ഫീലുണ്ട്. അതായത് നമ്മുടെ കൂടെ ഒരാളുണ്ട്, എൻ്റെ കൂടപ്പുറപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലുണ്ടല്ലോ. അതിൻ്റെ പല തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പം
അന്ന് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ ഇമോഷണലി കണക്ട് ചെയ്തൊരു മൊമെൻ്റ് അതാണ് ഈ സിനിമയിൽ. വൺ ഓഫ് ദി ബെസ്റ്റ് യുറേക്ക സ്റ്റോറീസ് എന്ന് പറയുന്ന ചാനലിലുള്ള ആൾക്കാർ എല്ലാവരും കേട്ടോ, ഹാഷർ അടക്കം. ഞാൻ ഇതിൽ ഒരു പെർഫോമർ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് ഒരു പെർഫോമർ എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ കാര്യം എന്നറിയോ? എല്ലാവരും കിഡിലോസ്കി പെർഫോമൻസാണ്, എണ്ണം പറഞ്ഞ പെർഫോമൻസാണ്. പക്ഷേ അതിൽ എൻ്റെ പീക്ക് പെർഫോമർ എന്നൊക്കെ പറയുന്ന അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സ്പോയിലർ എലമെൻ്റ് ഉണ്ട്. കാര്യം അറിയാമല്ലോ, കുറച്ച് ഇങ്ങനെ തുടക്കത്തിലുള്ള ക്യാരക്ടർ പിന്നെ വരുന്ന ക്യാരക്ടർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് അത് നിങ്ങളങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പ് പെർഫോമറെ പറയുന്നില്ല. പക്ഷേ എല്ലാവരും കിട്ടിലും പെർഫോമേഴ്സായിരുന്നു. ഹാഷിറും ഗ്യാങ്ങും നമ്മുടെ കുഡോസും എല്ലാവരും യുറേക്ക എല്ലാവരും തകർത്ത് അർമാദിച്ചിട്ടുണ്ട്. പിന്നെ വാഴ 2 വരുമ്പോൾ നമ്മളിതിൽ വളരെയധികം പ്രതീക്ഷിക്കുന്ന പലരും ചോദിക്കുന്ന ചില പ്രസൻസ് ഉണ്ട്. ആ പ്രസൻസും പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യൂ. എനിക്ക് ഏറ്റവും രസം തോന്നിയ കാര്യം എന്താ അറിയോ? പടം തീർന്ന് സംവിധായകൻ്റെ പേര് എഴുതി കാണിച്ചു, ഒരൊറ്റ ആൾ അനങ്ങിയിട്ടില്ല. അതായത് ആ തിയേറ്ററിൽ ഇരുന്ന ഒരൊറ്റ ആൾ പോലും ആ പോസ്റ്റ് ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അവർ ആ പടത്തിനെ കൊണ്ടുപോയത്, അതിനെ എൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പടം. അതായത് പോസ്റ്റ് ക്രെഡിറ്റിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇനി അടുത്ത പാർട്ട് അനൗൺസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിൽ ഇനി എന്തെങ്കിലും ഇവർ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതും കൂടി കണ്ട് ചിരിച്ചിട്ട് പോകാം എന്ന് കരുതി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് പോലെ ഒരുക്കപ്പെട്ടിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് വാഴ 2 ഫീൽ ചെയ്തത്. പിന്നെ വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ടൊരു വലിയ ഒഴുക്കുണ്ടാകുന്നു എന്നൊക്കെ ചോദിച്ചാൽ, നിങ്ങൾ ഈ സിനിമ കണ്ടാൽ ചില കാരണങ്ങളെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാരണങ്ങളെന്ന് പറയുന്നില്ല, ചില കാരണങ്ങളെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ സിനിമ ഒന്ന് കാണണമെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വാഴയിലെ സ്ത്രീകളെ അവർ കാണുന്നത് അത് മുൻപത്തെ സിനിമയിലും ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ആംഗിളിൽ നിന്നുകൊണ്ടുള്ള ഈ ആൺകുട്ടികളുടെ ജീവിതമാണ് പറയുന്നതെങ്കിലും അതിലെ പെയിനും കാര്യങ്ങളും നമ്മൾ പൊതുവേ പറയും. സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കും. ഇപ്പം ഞാനടക്കം സംസാരിക്കുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്താണ് ആൺപിള്ളേരെ കുറിച്ച് ചോദിക്കാത്തത്? ആൺപിള്ളേരുടെ ലൈഫിലുള്ള സ്ട്രഗിൾസും കാര്യങ്ങളും നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അതിൻ്റെ കുറേ തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചില മൊമെൻറ്റ്സിൽ നമ്മളെല്ലാം വിട്ടുകൊടുക്കുന്നത്, ത്യാഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില സമയത്ത് പറയുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അപകടത്തിലാവുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകും. ആ ഒരു ഇമോഷണൽ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം കാണാനുണ്ട്. പിന്നെ വിമർശിക്കേണ്ട കുറേ കാര്യങ്ങളെയൊക്കെ നൈസായിട്ട് വിമർശിച്ച് പോയിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ ഈ സിനിമയിലെ ചില ഡയലോഗുകൾ കേൾക്കുമ്പോൾ പൊള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തിനെ, ഇത് നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവന പ്രവർത്തികളെയൊക്കെ ചോദ്യം ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ചില ചോദ്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾ ഉയരണം. പക്ഷേ അവർ ഹ്യൂമറിൽ പൊതിഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അതിനൊക്കെ വന്ന കയ്യടിയൊക്കെ ഉണ്ടല്ലോ, അൽഫോൺസ് പുത്രൻ വരുന്നു, പിന്നെ പട്ട ആ കയ്യടിയാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ കാണും എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ കുറേ രസമുള്ള മൊമെൻറ്റ്സൊക്കെ ആയിട്ട് ഞാൻ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. എൻ്റെ തൊട്ടടുത്തിരുന്ന് ഒരു അമ്മയായിരുന്നു, അവരുടെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിന് അവർ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് അവർ മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് സൗണ്ടൊന്നും ഇല്ലാതെ, എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. അതായത് എനിക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അവർ കൊച്ചിനെ എൻ്റെ നേരെ തിരിച്ചിരുത്തിയിട്ട് ഫോൺ കൊച്ചിൻ്റെ അടുത്താണ് വെച്ചേക്കുന്നത്. അപ്പം ഈ കൊച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇപ്പുറത്തൊരു കാർട്ടൂൺ ഉണ്ട്, ഇടയ്ക്കും തലയ്ക്ക് ലൈറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ അത് ഓഫ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മാറ്റണമെന്നോ എന്നൊന്നും പറയാൻ തോന്നാത്ത രീതിയിൽ ഞാൻ സിനിമയിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. വാഴ 2ാം തവണയും ചതിച്ചിട്ടില്ല. ഇനി വാഴ 3 നിങ്ങൾ ചെയ്യുന്നേ ഇതൊന്നും അധികാരം പറയാത്ത, ആരും ചോദിക്കാത്ത, ആരും ചൂണ്ടിക്കാണിക്കാത്ത, സിനിമാ മേഖലയിൽ അധികം ആരും ചൂണ്ടിക്കാണിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. ഒരു ഗ്രൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഒരു സിനിമയിൽ കാണുന്ന സമയത്ത് ഗ്രേറ്റ് വർക്ക്. ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ചിരിപ്പിച്ച് ഇങ്ങനെ പോയിട്ട് നിങ്ങളത് അവതരിപ്പിച്ചല്ലേ, അടിപൊളി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ ഒരു കുഡോസ് പറയാൻ വേണ്ടിയിട്ട് ഡയറക്ടർ സവിൻ എസ്, റൈറ്റർ വിപിൻ ദാസ്, DOP അഖിൽ ലൈലാസുരൻ, എഡിറ്റർ കണ്ണൻ മോഹൻ, മ്യൂസിക് സൂപ്പർവിഷൻ അങ്കിത് മേനോൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടീമാണ്, സൗണ്ട് ഡിസൈൻ അരുൺ എസ് മണി, സൗണ്ട് മിക്സിംഗ് വിഷ്ണു സുജാതൻ, കോസ്റ്റ്യൂംസ് അശ്വതി ജയകുമാർ, മേക്കപ്പ് സുധി സുരേന്ദ്രൻ, എല്ലാവരും ഈ സിനിമയിൽ ആക്ഷൻ ഡയറക്ടേഴ്സ് കലൈ കിങ്സണും വിക്കി നന്ദഗോപാലുമാണ്. അടിയിടിയും പരിപാടിയും കാണാനുള്ളതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ ജോളിയായിട്ട് തിയേറ്ററിൽ പോയി, പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ സമയമൊക്കെ അല്ലേ, അങ്ങനെ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചില മെമ്മറീസ് ഓർമ്മ വരും. അതുപോലെ പിള്ളേർക്ക് അവരുടെ പല കാര്യങ്ങളും കാണാനും പരസ്പരം തോളത്ത് കെട്ടി ചിരിച്ചിരുന്ന് കാണാനും ഒക്കെ ഉള്ള പടമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാനുള്ളതാണ്. ഓരോ സിനിമയും തിയേറ്റർ വാച്ച് അർഹിക്കുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തപ്പെടണം. അങ്ങനെ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും
പരിഗണിക്കുക.